ഞങ്ങൾ ജനിച്ചു വളർന്ന ഞങ്ങളുടെ വീട് അതാണ് നിങ്ങൾ എൻ്റെ പുറകെ കാണുന്നത്. ഞാൻ 3 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ ഈ വീടുണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. അതായത് എനിക്കിപ്പോൾ 35 വയസ്സ്, അപ്പം ഈ വീടിന് 32 വർഷം പഴക്കമുണ്ട്. 32 വർഷം മുൻപ് എൻ്റെ അച്ഛൻ ഇവിടെ നിർമ്മിച്ച വീട്. പക്ഷെ എൻ്റെ അച്ഛൻ ജനിച്ചു വളർന്നതും അച്ഛൻ്റെ അച്ഛൻ ജനിച്ചു വളർന്നതും അവരുടെ അപ്പൂപ്പനെല്ലാം ജനിച്ചു വളർന്നതും ഇതിൻ്റെ തൊട്ടുപുറയിലുള്ള ഞങ്ങളുടെ കുടുംബത്താണ്. അത് ഞങ്ങളുടെ തൊട്ടുപുറയിലാണ്. അപ്പം അങ്ങനെ അമ്മയുടെയും ശ്വേതയുടെയും ഒഴികെ ബാക്കി ഞങ്ങളെല്ലാവരും ജനിച്ചു വളർന്ന, ഞാനും അച്ഛനും അബിയും എൻ്റെ മകൻ ഋഷി, ഞങ്ങളെല്ലാവരും ജനിച്ചു വളർന്ന ആ ഒരു കോഴഞ്ചേരി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം നമ്മൾ എന്തെന്നേക്കും വിട പറയുമൊന്നുമല്ല. കോഴഞ്ചേരി നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. താമസം മാറുന്നു. പക്ഷെ നമ്മുടെ ജന്മസ്ഥലം, ജന്മനാടെന്ന് പറയുന്നത് എന്നും നമ്മുടെ ജന്മനാട് തന്നെ ആയിരിക്കും, അല്ലേ? എവിടെ നിന്നാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ മനസ്സിൽ വരുന്നത് പത്തനംതിട്ട എന്ന് തന്നെ ഉള്ളൂ. അത് ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ മാറ്റമൊന്നും വരത്തൊന്നുമില്ല. എനിവേ, വി ആർ ടെമ്പററി സേയിങ് ഗുഡ് ബൈ ടു കോഴഞ്ചേരി ആൻഡ് വി ആർ ഷിഫ്റ്റിംഗ് അവർ ഹൗസ് ടു എറണാകുളം. ഇവിടെ എന്താ കരച്ചിലും ബഹളമൊക്കെ? എന്താ പ്രശ്നം? അവിടെ മഴക്കരുത്. നമ്മൾ എവിടെ പോകുന്നത് ഇപ്പൊ? ഋഷി പറഞ്ഞേ. ഓ കണ്ടോ, കരച്ചിലായി തുടങ്ങി. ഫ്ലാറ്റും വരുന്നുണ്ട്. മതി മതി, അപ്പൊ വീഡിയോ എടുക്കാം. കരയല്ല. അവന് ഞങ്ങളെല്ലാം എടുത്ത് വെച്ചോണ്ടിരിക്കും. അവനെ കുറച്ച് ചോയ്സ് ഒക്കെ ഇവിടെ ഉപേക്ഷിച്ചായിരുന്നു, മാറ്റി വെച്ചായിരുന്നു. പിന്നെ കൊണ്ടാന്ന് പറഞ്ഞോണ്ട് അതൊക്കെ എടുത്തോണ്ട് വരും. അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞോണ്ട് നമുക്ക് കൊണ്ടാട്ടോ. അപ്പൊ എടുത്തു തരാമേ. നമുക്ക് വീഡിയോ എടുക്കാം. ബുടുവിട പറഞ്ഞേ. ബുടുവിട സംസാരിക്കേ, വാ സംസാരിക്കേ. ചെല്ലേ പോയി എടുത്തിട്ടോ, പോയി നിന്റെ വിമാനം എടുത്തിട്ടോ. അപ്പൊ ചെല്ലേ പോയി എടുത്തിട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഷിഫ്റ്റിങ്ങിന്റെ പ്രോസസ്സിലായിരുന്നു കഴിഞ്ഞ കുറെ ദിവസമായിട്ട്. നമ്മൾ കുറേ സാധനങ്ങൾ എന്ന് പറയാനായിട്ട് നമ്മൾ തുണികളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളും മാത്രമാണ് കൊണ്ടുപോകുന്നത്. വേറെ ഫർണിച്ചേഴ്സോ ഹോം അപ്ലയൻസസോ അങ്ങനെയൊന്നും കൊണ്ടുപോകുന്നില്ല. അതെല്ലാം അവിടെ പുതിയ വാങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ തവണയായിട്ട് ഇപ്പം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഈ മാസം ഇന്നിപ്പം ജനുവരി 30 ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ ജനുവരി 1 മുതൽ 30 വരെ ഏകദേശം ഒരു 20 തവണയെങ്കിലും ഞാൻ കോഴഞ്ചേരി എറണാകുളം ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവും ഈ വണ്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് കുറേ സാധനങ്ങൾ ഈ വണ്ടിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റി. ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ടില്ല, ശ്വേതയുടെ വീട്ടിലും അവിടെ പല സ്ഥലങ്ങളായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പം ഫൈനൽ കുറച്ച് സാധനങ്ങളും കൂടെ കയറ്റി നമ്മളെല്ലാവരും കൂടെ ഇന്ന് കോഴഞ്ചേരിയോട് വിട പറഞ്ഞ് നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ്, പണിയൊക്കെ തീർന്നു കിട്ടിയാൽ. അപ്പോൾ കഴിഞ്ഞൊരു 3 വർഷമായി നമ്മുടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ട്, കോവിഡിൻ്റെ സമയത്ത് ബുക്ക് ചെയ്തതാണ്. ഇപ്പോഴാണ് അതിൻ്റെ വർക്കൊക്കെ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നമ്മളിവിടെ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. സിറ്റീസ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ കാണാം. അപ്പാ ഉമ്മ കൊടുക്കും. ഉമ്മ നമ്മളിവിടെ നിന്ന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമമുള്ള സത്യം പറഞ്ഞാൽ അപ്പന് മാത്രമാണ്. കാരണം അപ്പൻ ജനിച്ചു വളർന്ന നാട്, അപ്പൻ കഴിഞ്ഞ 10, 65, 68 വർഷമായിട്ട് ജീവിക്കുന്ന സ്ഥലം, അതൊക്കെ മിസ് ചെയ്യുമ്പോഴത്തേക്കിനും എല്ലാവർക്കും വിഷമമുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും സന്തോഷത്തോടുകൂടി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് താമസിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇപ്പം മാറുന്നതും. കാരണം നമുക്ക് അപ്പനെ അമ്മേനെ ഇവിടെ ഒറ്റയ്ക്കിടാൻ പറ്റില്ല. അതുമാത്രമല്ല, നമുക്ക് അങ്ങനെ ഒരു ഷിഫ്റ്റ് എന്താ പറയുക, മാറിച്ച് അവരിവിടെ ഇവരവിടെ എന്നുള്ള രീതിയിൽ താമസിക്കാൻ താല്പര്യമില്ല. നമുക്ക് സൗകര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മളെല്ലാവരും കൂടെ ഷിഫ്റ്റ് ചെയ്യുന്നത്. എന്തായാലും അപ്പനിവിടെ കോഴഞ്ചേരിയിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ ഡോക്ടറെ മിസ് ചെയ്യുമായിരിക്കും. എൻ്റെ ഉറ്റ സുഹൃത്തുക്കള്, പിന്നെ എൻ്റെ യോഗ സുഹൃത്തുക്കള്, പിന്നെ എൻ്റെ ജ്യേഷ്ഠന്മാര്, പിന്നെ അയൽവക്കക്കാര്, അവരെയൊക്കെ ഞാൻ അറിയാതെ മിസ് ചെയ്ത് പോകും ചിലപ്പോൾ. പിന്നല്ലേ, അപ്പന് വേർഡ്സ് കിട്ടുന്നില്ല കേസ്. അപ്പന് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അപ്പന് നല്ല വിഷമമുണ്ടെന്നുള്ളത്. എല്ലാവർക്കും വിഷമമുണ്ട്, എനിക്കും വിഷമമുണ്ട്. എൻ്റെയും ഫ്രണ്ട് സർക്കിള് ധാരാളം ഇവിടെ ഉണ്ട്. നമുക്ക് ധാരാളം നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ സ്കൂളിൽ പഠിച്ച നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ പലരും വിദേശത്തൊക്കെ പോയി പല രാജ്യങ്ങളിലുമാണ്. ഇപ്പം നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പോകണം, എന്നാലേ നമുക്ക് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ ആയിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു മിസ്സിങ് തന്നെ ആയിരിക്കും. പക്ഷേ എറണാകുളം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് അല്ലെ 2 മണിക്കൂർ ഡ്രൈവിൻ്റെ ഒരു ദൂരം മാത്രമാണ്. നമുക്ക് അത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു. എപ്പോഴും നമുക്കൊരു പറിച്ചു നടൽ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് കുറച്ച് വേദനകളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോയിട്ട് അത് അഡാപ്റ്റായിട്ട് വരാനായിട്ട് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അത് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും എറണാകുളത്ത് പോകുന്നതിനെ പറ്റി അപ്പം എന്താ പറയാനുള്ളത്? എറണാകുളത്ത് പോകുന്നതിനെ പറ്റി സന്തോഷമേ ഉള്ളൂ. ഫ്ലാറ്റിൽ താമസിക്കാൻ റെഡിയാണോ? അത് സന്തോഷമേ ഉള്ളൂ. പോയി താമസിച്ച് കഴിയുമ്പോൾ പതുക്കെ ക്രമാതീതമായിട്ട് ഇവിടുത്തെ താമസം അവിടുത്തെ താമസവുമായിട്ട് കമ്പയർ ചെയ്ത് പോകും. അപ്പൊ നീ നോക്കിയോ, കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും
പുള്ളി പറയാം അവിടെ ഹാപ്പി എന്നുള്ളത്. യെസ്. അപ്പൊ ഇത് നമുക്ക് അകത്തേക്ക് അതെ ഋഷിനെ നോക്കണം. ഋഷി അവിടെ മണ്ണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ഹലോ മാഡം. Hello. How are you? Fine, thank you. ഷിഫ്റ്റിംഗ് എല്ലാം കുറേ കഴിഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. പാക്കിംഗ് I എല്ലാം am കഴിഞ്ഞു. seeing him. Do you know, guys? കുറേ നാൾക്ക് ശേഷമാണ് സുജിത്ത് ഞാൻ അവിടെ എറണാകുളത്ത് നിന്നില്ല, പണി നടക്കൂലല്ലോ. അതെ. അവിടെ എന്തോ കരച്ചിലും വേണം. എന്തോടാ എനിക്കറിഞ്ഞൂടാ. എന്തിനാ കരയുന്നേ? വീട് വിട്ട് പോകുമ്പോ ഇച്ചിരി കരച്ചില്. എന്ത് വെച്ച് എന്തിനാ കരയുന്നേ? എന്ത് വെച്ച് എന്തിനാ കരയുന്നേ? എന്ത് കാര്യം പറ. പോട്ടെ പോട്ടെ. കാര്യം പറ. എന്ത് പറ്റി? അപ്പം വല്ലത് പറഞ്ഞോ? മണ്ണി കളിച്ചാ? മണ്ണി കളിച്ചില്ലേ? എന്തിനാ കരയുന്നേ? ഋഷിക്ക് എന്താ വേണ്ടേ? പോടാ, അവൻ കരയുന്ന വീഡിയോ എടുക്കാണോ? എന്തുവാടാ ഇത്? കഷ്ടമുണ്ട് പാവം. എന്താ ഋഷിക്ക് വേണ്ടത്? എന്താ വേണ്ടത്? എല്ലാം എടുത്തില്ല. ഋഷിയുടെ ടോയ്സ് എല്ലാം എടുത്തോ? എവിടെ ബ്ലൂ ആന? ബ്ലൂ ആന എടുക്ക്. അയ്യോ ബ്ലൂ ആന എടുക്ക്. ബ്ലൂ ആന എടുക്ക്. ബാ കൊണ്ട് ഫ്ലാറ്റിൽ കൊണ്ടോണ്ടേ. ബ്ലൂ ആന എടുക്ക്. ഫ്ലാറ്റിൽ കൊണ്ടോണ്ടേ. ആ എടുക്ക്. നമുക്കിനി പോയിട്ട് വന്നിട്ട് ഇവിടെ കുറെ പരിപാടികളുണ്ട്. നമ്മുടെ ഹൗസ് വാമിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ വി ആർ ഗോയിങ് ഫ്രം കോഴഞ്ചേരി അല്ലേ? അമ്മയുടെ ചോദിച്ചില്ലല്ലോ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അമ്മ ഭയങ്കര ഹാപ്പിയാ. അമ്മ ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. അമ്മ ഭയങ്കര ഹാപ്പിയാ. കാരണം അമ്മയുടെ നാട് എറണാകുളമാണ്. അമ്മയുടെ വീടിന്റെ 1.5 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഫ്ലാറ്റ്. അമ്മയുടെ അനിയൻ തൊട്ടടുത്തുണ്ട്. പിന്നെ അമ്മയുടെ ബന്ധുക്കളും ബാക്കിയുള്ള ആൾക്കാരും എല്ലാരും എറണാകുളത്താണ്. ഈ പറഞ്ഞ അപ്പന്റെ ഒരു ചേട്ടൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പന്റെ ബാക്കി പെങ്ങളും അപ്പന്റെ ചേട്ടനും ബാക്കിയുള്ള ആൾക്കാരും അമ്മാവനും അമ്മാവന്റെ മക്കളും അവരൊക്കെ എല്ലാരും എറണാകുളത്താണ്. സത്യം പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും എറണാകുളം ബേസ്ഡ് ആയിട്ടാണ് ഉള്ളത്. കാരണം പലരും വളരെ പണ്ടേ ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് പോയ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫൈനലി നമ്മളും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അല്ലേ? ഞാനിവിടെ വന്നിട്ട് 37 വർഷമായി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സങ്കടമുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ടൗണിൽ നിന്നാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇപ്പൊ ഞാനിവിടെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോൾ പോകാൻ പോകുന്നൊരു ഇതുണ്ടല്ലോ, അത് വേറെ കുഴപ്പമൊന്നുമില്ല. തിരിച്ചു പോകുന്ന അമ്മ ഭയങ്കര എക്സൈറ്റഡ്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് തിരിച്ചു പോകുന്ന കാര്യത്തില്. അത് ഇവരെ ഞാൻ മുമ്പിൽ പറയത്തില്ലെന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ഇറങ്ങാം. സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും കൂടെ എറണാകുളത്തേക്ക് പോവാം. ഉമ്മ കൊടുക്കും. ഉമ്മ ഇതിനകത്ത് പിന്നെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം നിങ്ങൾ എടുത്തില്ലേ? ഇല്ലേ? അപ്പൊ അവന് വേണ്ട സാധനങ്ങളൊക്കെ അവൻ എടുക്കണ്ടേ? കണ്ടോ, അവനറിയാം അവൻ പോവാണ്, നമ്മളെ പോവാണെന്നൊക്കെ അവൻ അറിയാം. അപ്പൊ അവന് വേണ്ട സാധനങ്ങളൊക്കെ അവൻ എടുക്കണ്ടേ? വേണം എടുത്തു കൊടുക്ക്. കാറ് മതിയോ? അവിടെ കാറ് JCB എല്ലാം എടുത്തോ. വണ്ടിക്കകത്ത് കൊണ്ട് വെക്കും. ഇങ്ങോട്ട് ഇറങ്ങി വന്ന് വണ്ടിക്കകത്ത് വെക്കും. കോഴഞ്ചേരിയിലെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റെസ്റ്റോറൻ്റ് ആണ് ആര്യഭവൻ. ആര്യഭവനിൽ നിന്നും രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം ഇപ്പം വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് പുതിയ വീട്ടിൽ കയറി താമസിക്കുന്നത് വരെ എല്ലാം പുറത്തു നിന്നുള്ള ഫുഡായിരിക്കും. അപ്പനെ കടയുണ്ടായിരുന്നപ്പോ പണ്ടോട്ടുള്ളതല്ലേ? അതെ. എന്നിട്ട് നിങ്ങള് അന്ന് വൈകിട്ട് വരുമ്പോ 2-3 മസാല ദോശയൊക്കെ അത് കഴിച്ചോണ്ടിരുന്നു. 2-3 മസാല ദോശ അമ്മയോട് ചോദിച്ചോക്കെ. 2-3 മസാല ദോശ ചുമ്മാ അത് തട്ടി വിടുവാ വെറുതെ. നീ കഴിക്കുമായിരിക്കും, ഞാൻ കഴിക്കൂല. രാവിലെ എൻ്റെ ഫേവററ്റ് മസാല ദോശ, സാമ്പാർ, പിന്നെ തേങ്ങ ചട്നി, ഇത് ടൊമാറ്റോ ചട്നി, പിന്നെ ഇത് വീണ്ടും തേങ്ങ ചട്നി, ഇത് ഉഴുന്നുവട. ഇത് രാവിലെ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് അഭി പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് ഹാവ് ദ മസാല ദോശ പ്ലീസ്. അടിപൊളി കേട്ടോ. ഇന്ന് എരിവ് കൊള്ളാം മസാലയ്ക്ക്. അപ്പൊ ആര്യാസ് ടാറ്റ പറഞ്ഞേ. ആര്യഭവൻ ടാറ്റ പറ ഋഷി. ആര്യാസ് ടാറ്റ. വണ്ടി നിറച്ച് സാധനങ്ങളാണ്. വണ്ടി വലിക്കുന്നുണ്ടോടാ? വലിക്കുന്നില്ല. വണ്ടി ചില്ലഞ്ചും വെക്കേണ്ടി വരും. വണ്ടിയുടെ ബാക്കിലൊക്കെ നോക്കിയാൽ ഫുൾ സാധനങ്ങളാണ്. പിന്നെ നമ്മളും ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് എല്ലാരും കൂടെ. കാരണം ഞങ്ങൾ 5 കിവി കണ്ടോ ഗൈസ്? നിങ്ങള് കിവി കണ്ടോ? കിവി ഇത് ന്യൂസിലൻഡിൽ നിന്ന് കൊണ്ടുവന്ന കിവി. ഇതിന്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലടാ. CK7 സ്മാരകമുണ്ട്. ഇതിങ്ങനെ അടച്ചിട്ടാന്ന് തുടങ്ങിയിട്ട് കുറെ നാളായി. ഇന്നാ കിവി. നീ എന്തിനാ എന്റെ തന്നെ കിവി? അതാണ്. ഇത് ഞങ്ങളുടെ മറ്റൊരു സ്മാരകമാണ്. കോഴഞ്ചേരി പാലം. അപ്പുറത്ത് കുറെ വർഷമായിട്ട് പണി തുടങ്ങിയിരിക്കുകയാണ്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പുറത്ത് മാരാമൺ കൺവെൻഷന്റെ പന്തലിട്ട് തുടങ്ങി. അടിപൊളി. കാവേരി നദിയാണെന്ന്. എടാ കാവേരി അല്ലടാ, പമ്പ നദിയാടാ. കാവേരി നദിയാണ്. ഇന്നലെ രാത്രിയില് കോഴഞ്ചേരിക്ക് പോകുന്ന നേരം
1.5 മണിക്കൂർ കൊണ്ടാണ് ഈ സാറ് കോയഞ്ചേരിയിലേക്ക് വണ്ടി ഓടിച്ചെത്തിച്ചത്. 1 മണിക്കൂർ 29. 1.5 മണിക്കൂർ എടുത്തില്ല, 1 മണിക്കൂർ 29 മിനിറ്റ്. അതായത് രാത്രി 11 മണിക്ക് ഞങ്ങള് പാലാരിവട്ടത്തുനിന്ന് ഫ്ലാറ്റിൽ നിന്ന് വിട്ട് 1.5 മണിക്കൂർ, അതായത് 12:29 ആയപ്പോൾ കോയഞ്ചേരി എത്തിച്ചു. 110 കിലോമീറ്റർ പറപ്പിക്കുമായിരുന്നു. രാത്രിയല്ലേ, കാലിയാണല്ലോ റോഡൊക്കെ. ഞങ്ങൾ പോയത് ഇതേ വഴി തന്നെയാണ്. കോട്ടയത്തുനിന്ന് തലയോലപ്പറമ്പ്, അല്ല കോട്ടയമല്ല, ഈ വഴി പോയിട്ട് തലയോലപ്പറമ്പ്, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല വഴി കോഴഞ്ചേരി. ഇപ്പം ഞങ്ങൾ അതേ റൂട്ടിൽ കൂടെ തിരിച്ചു വരികയാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര മണിക്കൂറായി? 2.5 മണിക്കൂറായി ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇനി 1/2 മണിക്കൂറും കൂടെ എടുക്കും. അതായത് നമ്മൾ കേരളത്തിൽ വണ്ടി ഓടിക്കണമെങ്കിൽ പകല് നമ്മൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ പകുതി സമയം മതി രാത്രിയിൽ വണ്ടി ഓടിക്കാനായിട്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇന്നലെ പോകാൻ ഒരു തുള്ളി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇങ്ങോട്ട് വരാൻ നേരം ഇപ്പോൾ ഋഷിയൊക്കെ പുറകിരുന്ന് ഉറക്കമായി. അപ്പോൾ നന്നായിട്ട് വണ്ടി ഓടിക്കാനും അറിയാം, പറപ്പിച്ച് വണ്ടി ഓടിക്കാനും അറിയാം. അതാണ് ഞങ്ങളുടെ അഭിജിത്ത് ഭക്തൻ. നമ്മുടെ ലോക പ്രശസ്തമായ വൈറ്റില ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത്. അതിന് മുകളിൽ കൂടെ മെട്രോ ഉണ്ട്. ഇപ്പുറത്തുകൂടെ ആൾക്കാർക്ക് പോകാൻ ഭയങ്കര വലിയ പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും വന്നിട്ട് ഒരു കാര്യമില്ല, ബാക്കിയുള്ള അതെ, നമ്മളിങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെ പണിത ഫ്ലൈ ഓവർ ആയത് കാരണം നമ്മളൊക്കെ ഇങ്ങനെ വഴിയിൽ കിടക്കണം. ഇനി ഇതിൻ്റെ അപ്പുറത്തെ സംഭവമാണ് അവിടെ എടപ്പള്ളിയിൽ നടക്കുന്നത്. ഇനി എടപ്പള്ളിയിൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും എന്നാണ് എനിക്ക് അറിയാത്തത്. അങ്ങനെ ഋഷിക്കുട്ടൻ ഒരു ഉറക്കമെല്ലാം ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ ഫ്ലാറ്റിന്റെ താഴെ എത്തിയിരിക്കുകയാണ്. എവിടെ ഋഷി വന്നേക്കുന്നത്? ഫ്ലാറ്റിൽ വരുന്നത് എന്തിനാന്നറിയോ? അവന് സന്തോഷം. ഇവിടെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതാണ് അവന്റെ സന്തോഷം. നമ്മുടെ പാർക്കിങ്ങിൽ ഇട്ടാൽ മതി. നമ്മുടെ പാർക്കിംഗ് ഒക്കെ അസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർക്കിങ്ങിൽ ഇട്ടാ മതി ഗൈസ്. എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? അവന് ഫ്ലാറ്റിൽ പോവാന്ന് പറയുന്നത് ഇത് കളിക്കാൻ വേണ്ടി. നീ ബാ കളിച്ചോ, മോൻ കളിച്ചോ, ബാ കളിക്കേ എടാ. നീ കളിക്കണം അവനെ കൊണ്ട്. ഞങ്ങളൊന്ന് പോയി അവരെ കാണിച്ചിട്ട്, ഞാൻ അവരെ കൊണ്ട് കാണിച്ചിട്ട് വരാം. നീ അവനെ കളിപ്പിക്കും ഇവിടെ. എടാ അവൻ കരയും ഇവിടെ. കഷ്ടമുണ്ട്. മെട്രോ ട്രെയിൻ കാണണോ? ട്രെയിൻ അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഫ്ലാറ്റിലെ കളിച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി തീരാതെ കണ്ട ശരിയാണ്. മോനെ നല്ല സീനാണ്. പണിക്കാരൊക്കെ ചില സമയത്തൊക്കെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ക്ലോവർ ഗാർഡനിൽ നിന്നുള്ള ഇൻഡോർ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ആ ഇൻഡോർ പ്ലാന്റ്സ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചതിൻ്റെ കഥകളൊക്കെ ഞാൻ ഈ പാലുകാച്ചിൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇടുന്നതായിരിക്കും. നീ എന്തുകൂടാ പരിപാടി ഇവിടെ? ഋഷ ഹലോ, എന്തുകൂടാ പരിപാടി? അവരാടെ ഫുള്ള് ഇവിടെ കളിയാണ്, കളി തന്നെ സംഭവം. കളിച്ചോ. ക്ലോവർ ഗാർഡന്റെ സാധനങ്ങൾ ആണ് ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ചെടിയൊക്കെ നമ്മുടെ ഫ്ലാറ്റിൽ വയ്ക്കാൻ വേണ്ടിയാണോ ചേട്ടാ കൊണ്ടുവന്നേക്കുന്നത്? ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നോ? എന്ത് ദൈവം, ഇതൊക്കെ എവിടെ വയ്ക്കും? ഇലയില്ലാത്ത ഭാഗ്യം, ഇല്ലെങ്കിൽ എൻ്റെ മോനെ ഇതെല്ലാം പറിച്ച് കളയും. ഇത് ഫ്രഷ് വരുമല്ലേ? ഇല വരുമല്ലേ ഇനി? ആണല്ലേ? ഇതെല്ലാം പൂവുണ്ടാവും. ഇതൊക്കെ എവിടെ വെക്കാനാണോ എനിക്കറിയത്തില്ല. ആണോ? ഓ അത് വലുത്. അത് എടുത്ത് ഇതിനകത്ത് ഇറക്കും അല്ലേ? ആണോ? അങ്ങനെ നല്ല പരിപാടി. അടിപൊളി, ഇതെല്ലാം കൊള്ളാം. ഓക്കെ, അപ്പൊ താങ്ക് യു. ഋഷി ഫുഡ് കഴിക്കാൻ വരുന്നോ? മമ്മ കഴിക്കാൻ പോകാൻ വരുന്നോ? അതി പഴങ്കഞ്ഞി വേണോ? പഴങ്കഞ്ഞി ബിരിയാണി കഴിക്കണം. പഴങ്കഞ്ഞി വേണ്ട? ശരി. കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്താൽ 15 മിനിറ്റ് കൊണ്ട് സാധനം എത്തൂലേ? 15 മിനിറ്റ് കൊണ്ട് സാധനം എത്തും. ഋഷിക്ക് എന്താ വേണ്ടേ? പഴങ്കഞ്ഞി വേണോ? ബിരിയാണി വേണോ അല്ലേ? ഉമ്മ കൊടുത്തു ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മ കിട്ടി. ഓക്കെ, ലെറ്റ്സ് ഗോ ഹാവ് ബിരിയാണി. പാലയൊക്കെ പറയുന്നു, ടാറ്റ കൊടുക്കുന്നു. നമ്മള് പൂള് കാണിച്ചിട്ടില്ലല്ലോ അവനെ. എന്താ നമ്മൾ താമസിക്കാൻ പോകുന്ന വീട്ടിൽ പൂളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ അടുത്ത ഏതാനും ദിവസം നമ്മൾ താമസിക്കാൻ പോകുന്നത് ഈ കാണുന്ന വീട്ടിലാണ്.
ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ദേശാഭിമാനി ജംഗ്ഷൻ, കല്ലൂർ ദേശാഭിമാനി ജംഗ്ഷനിൽ ഞാൻ ഈ ഒരു വീട് കുറച്ച് ദിവസത്തേക്ക് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഫാമിലിക്ക് താമസിക്കണം, അത് മാത്രമല്ല നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരും, അപ്പോൾ അവർക്കെല്ലാം താമസിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീട് റെൻറ്റിന് എടുത്തിരിക്കുന്നത്. പോട്ടെ 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 പോട്ടെ. ഇത് ശരിക്കും ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. ഇവിടെ 4 ബെഡ്റൂം ഉണ്ട്, ഇതിൻ്റെ മേളിലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു വീടിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് 7500 രൂപയാണ് പെർ ഡേ. വീക്കെൻഡ്സിന് റേറ്റ് കൂടുതലാണ്, 10000 രൂപയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ 7500 രൂപയാണ് പെർ ഡേ. പൂള് കാണിക്കണോ സാറിനെ? അച്ഛാ അവനെ കാണിക്കാടാ, ചെറിയ പൂളാണ്, അവന് കുഴപ്പമില്ല, അവന് നമുക്ക്. പക്ഷേ ഇപ്പോൾ വെയിലില്ലാത്ത സമയത്ത് നമുക്ക് റെഡി ആവാം. ഇത് ശരിക്കും നല്ലൊരു ഓപ്ഷൻ കേട്ടോ. ഇത് Airbnb വഴി ഞാൻ ബുക്ക് ചെയ്തതാണ്. ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ വേണ്ട ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. യു ക്യാൻ കോൺടാക്ട് ദം. നല്ലൊരു ഡീലാണ്. കാരണം ഇപ്പം ഞങ്ങൾ ഇത്രയും പേർക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ റൂമിന് 5000 രൂപ മിനിമം കൊടുക്കണം. അപ്പോൾ ഒരു 3000 രൂപയെങ്കിലും കൊടുക്കണ്ടേ? ഇവിടെ നമുക്ക് 4 റൂം, വലിയ വീട്, ഇത്രയും സൗകര്യങ്ങളൊക്കെ വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഫോർ ആൻ അഫോർഡബിൾ കോസ്റ്റ്. ദാറ്റ്സ് എ ബിഗ് തിങ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു ഗാർഡനൊക്കെ നമുക്ക് കാണാം. അകത്താണേലും നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ ഇന്നലേക്ക് ഇവിടെയാണ് താമസിച്ചത്. ഞാനിത് രാത്രി ആയതുകൊണ്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തില്ലാന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഫാസിൽ പ്രോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനോഗ്രേഷന് മുമ്പായിട്ട് നമ്മൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ മുൻഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു വെജിറ്റബിൾ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പരിപാടികൾ. ഇത് കൊള്ളാമല്ലോ. ഇവിടെ എന്താ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല അടിപൊളി വീട്. പിന്നെ ഇവിടെ ഇത് നോക്കിക്കേ ചേതാ, ഇത് കണ്ട ചാമ്പയ്ക്ക. വാവ്, നല്ല കിടുക്കാച്ചി ചാമ്പയ്ക്കുണ്ട് ഇവിടെ നോക്കി. അത് പൊളിച്ച്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വേറൊരു ടൈപ്പ് ചാമ്പയ്ക്ക കേട്ടോ, നമ്മൾ സാധാരണ ചാമ്പയ്ക്കല്ല. അബിയേ ഇത് കണ്ട ചാമ്പയ്ക്ക, അവിടെ മരം ഉണ്ടോ നിറച്ച് ചാമ്പയ്ക്കാടാ. എന്താണോ ചാമ്പയ്ക്ക? അവിടെ പോയി എടുക്കുക, അവിടെ മരമുണ്ട്. എടുക്കണോ ചാമ്പയ്ക്ക? കണ്ടോ? ബാബുനാണോ ചാമ്പയ്ക്ക? ബാബു കഴിച്ചോ? എക്സ്പ്രഷൻ പുഴുവൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ജാമ്പയ്ക്ക ഇവിടെ എല്ലാവരും ജാമ്പയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജാമ്പയ്ക്ക് എടുത്തോണ്ട്. അമ്മയ്ക്കും ജാമ്പയ്ക്ക വേണമെന്ന്, നമുക്ക് അമ്മയ്ക്കും ജാമ്പയ്ക്ക് എടുത്തുകൊണ്ട് കൊടുക്കാം. ഇത് വലിയ പുളി ഇല്ലാത്ത ടൈപ്പ് ജാമ്പയ്ക്ക കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താ പറയുന്നത് എനിക്കറിയത്തില്ല. നിങ്ങളുടെ നാട്ടിൽ ഈ ജാമ്പയ്ക്ക് എന്ത് പേരാ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ ജസ്റ്റ് വേണം ഒന്ന് കഴുകിയിട്ട് കഴിച്ചോ, പൊടി ഉണ്ടാവും. അടിപൊളിയല്ലേ? നല്ല വീടല്ലേ അമ്മ? ഇല്ലേ? കൊച്ചിയിൽ ഇതുപോലൊരു വീടൊക്കെ വാങ്ങണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ആഗ്രഹം. പക്ഷേ ഇതുപോലൊരു ഇത്രയും ഭംഗിയുള്ള വീടൊക്കെ കൊച്ചിയിൽ പണിത് വരുമ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ വാങ്ങിച്ച ഫ്ലാറ്റിനെ കാട്ടി കൂടുതൽ കോസ്റ്റ് ആവും. കാരണം ഇപ്പോൾ ഈ വീട് തന്നെ ഇരിക്കുന്ന ഒരു 10 സെൻറ്റ് സ്ഥലത്താണ്. ഇവിടെയൊക്കെ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങണമെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച ഫ്ലാറ്റിൻ്റെ കോസ്റ്റ് ആവും. അത്ര എക്സ്പെൻസീവ് ആണല്ലോ സ്ഥലമൊക്കെ. പിന്നെ നമ്മൾ വീടും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും പിന്നെയും കോസ്റ്റ് ആവും. നോക്കാം, ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അകത്തേക്ക് എടുത്ത് വെക്കാം. ഋഷി കയറി അകത്തോട്ട് പോകാം. അകത്ത് വാ കേട്ടോ. പിന്നെ ഞാൻ വീട് കാണിച്ചു തരാം. അവൻ്റെ ആന എടുത്തോണ്ട് പോകുന്നുണ്ടോ അമ്മ? അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോകും. മിടുക്കനാട്ടോ. യെസ്, ലെറ്റ്സ് ഗോ ഇൻ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ഒരു ലിവിങ് റൂം നമുക്കിവിടെ കാണാം. ഇത് ശരിക്കും നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടാണ്. നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്ത ഒരു പഴയ കാലത്തെ ഇൻറ്റീരിയർ ഡിസൈനാണ്. എന്നാൽ ഒരു പഴമ കീപ്പ് ചെയ്ത് പുതുമ നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെ ഒരു കെയർ ടേക്കർ ഉണ്ട്. നാം ക്യാ ഹൈ ആപ്കാ? ഫെഡറിക്. ഓക്കെ, പുള്ളി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. പുള്ളിയും പുള്ളിയുടെ ഭാര്യയാണെന്ന് തോന്നുന്നു, ആരോ കൂടെ ഉണ്ട്. അവർ രണ്ടുപേരും കൂടി ഇവിടെയാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ ഇതുപോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും ആണ് ഇവിടുത്തെ സംഭവം. നോക്കി, ഇതൊക്കെ തടിപ്പണിയാണ് കണ്ട. നല്ല തണുപ്പുണ്ട് ഇതിനകത്ത്. കാരണം ഇത്രയും തടിയല്ലേ വെച്ചേക്കുന്നേ. അപ്പോൾ ഇത്രയും തടി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് ആ ഒരു തണുപ്പ് ഇങ്ങനെ കീപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എറണാകുളത്തേക്കൊക്കെ ഒരു വലിയൊരു ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി ട്രിപ്പ് അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീടുകൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതിവിടെ നമുക്ക് 4 ബെഡ്റൂമിൽ 8 പേർക്ക് താമസിക്കാം, സൗകര്യമുണ്ട്. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലൈറ്റെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇതെന്താ സംഭവം? ഏക്കായേ ഇത് കൊള്ളാമല്ലോ, അടിപൊളി. ഇത് കേട്ടോ അല്ലേ ഋഷി? ഇത് കണ്ടോടാ, എങ്ങനെയുണ്ടോ ഈ സ്ഥലം? ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട്, ഫിഷൊക്കെ ഉണ്ടോ? അതേടാ ഋഷിക്കോട്ടാ, മീനുണ്ടോ? പോയി നോക്ക്. കേട്ടോ? പേടിയോ? മീനെ വരെ നിനക്ക് പേടിയാണോ?
ഇത് കൊള്ളാമല്ലേ സ്ഥലം? അടിപൊളി കേട്ടോ. അടിപൊളി വീടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഇവിടെ ഇങ്ങനെ ചില്ലായിട്ടിരിക്കുക, ഇവിടെ ഫിഷൊക്കെ ഉണ്ട്, സംഭവം അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഫോൺ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇതാണ് ഇവിടുത്തെ കിച്ചൺ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നല്ല വലിയൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, വെള്ളത്തിൻ്റെ കുപ്പിയുണ്ട്, പിന്നെ അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട പാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പാത്രം കഴുകുന്ന ഒരു ഇത് കണ്ടില്ലേ, ഡിഷ് വാഷർ, ഇത് നമ്മൾ പാത്രം കഴുകുന്ന ബേസിനാണ്, അതുണ്ട് ഇവിടെ. പിന്നെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ലാന്ന് തോന്നുന്നു, ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. വാഷിംഗ് മെഷീൻ കാണുന്നില്ല, ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. നല്ല ഒരു ഫുൾ ഫ്ലഡ്ജിലുള്ള ഒരു വീടാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ എല്ലാ പാചകവും ചെയ്തിട്ട്, ഇത് ചിരവ് വരെ ഉണ്ട് കണ്ടില്ലേ, എല്ലാ പാചകവും ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്തൊക്കെ കഴിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനുള്ള ആ ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ ഞാനിവിടെ നിന്ന് ബെഡ്റൂമുകൾ കാണിച്ചു തരാം. ഇത് താഴത്തെ ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണ്. ഇത് കണ്ടില്ലേ, താഴത്തെ ഫ്ലോറിലെ ഒരു ബെഡ്റൂം. ഇതെന്തോ വരുന്നു, മുണ്ടാണ്, എന്ത് സാധനം ഇത്? ഇത് അപ്പൻ്റെ എന്തോ ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ എന്തുവാ ആരുണ്ടോ അവിടെ? ഇവിടെ ആരും ഇല്ലല്ലേ, ചുമ്മാ അങ്ങ് പോവാ, എന്നിട്ട് പേടി ഇത്. ഇവിടെ ആണെങ്കിലും കണ്ടില്ലേ, ഫുള്ള് മുകളിലെല്ലാം ഇത്തരത്തിലുള്ള വുഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമും AC ആണ്. പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറികളാണ് എല്ലാ റൂമും, വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും ഇതാണ് ബാത്റൂം. ബാത്റൂം ആണെങ്കിൽ പോലും എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. നല്ല അടിപൊളി, നീറ്റ് ആൻഡ് ക്ലീൻ, ഒന്നും പറയാനില്ല, അതും സൂപ്പറാണ്. ഇത് കണ്ടോ, ഇത് മറ്റേ റെയിൻ ഷവർ ഇല്ലേ, റെയിൻ ഷവർ പോലത്തെ സാധനം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്, നീറ്റാണ്, എല്ലാം സ്പേഷ്യസ് ആണ്, അടിപൊളി അല്ലേ? അപ്പനും അമ്മയും ഈ റൂമിൽ കിടന്നോ കേട്ടോ. ഇത് നമുക്ക് താഴത്തെ ഫ്ലോറിൽ തന്നെയാണ്, നല്ല സൗകര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് മറ്റൊരു മുറിയും കൂടെ ഉണ്ട്. ഇവിടെ ഇതും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ട്വിൻ ബെഡാണ്, ഇവിടെ കണ്ടോ, ട്വിൻ ബെഡ്. സോ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനമേള ഇവിടെ ആലപിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് നോക്കൂ, ഇവിടെ ഒരു ഹാർമോണിയം വെച്ചിട്ടുണ്ട്. ഇത് നോക്കൂ, റെഡി? അടിപൊളി എന്തൊക്കെയായി വരുന്നുണ്ട്. അടുത്ത ഓടി എന്താക്കല്ലേ. നമുക്ക് രാത്രി മറ്റേ മോഹൻലാൽ 6-ാം തമ്പുരാനിൽ ചെയ്യുന്ന പോലെ നമുക്ക് പാട്ട് വെച്ചിരുന്നു. അതെ. എന്നിട്ട് ആ കോവിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വിലക്ക് വാങ്ങാം എന്ന് പറയുന്നു. അതെ. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ബാത്റൂം. ഇത് മറ്റേ അത്ര സ്പേസ് അല്ലെങ്കിലും ചെറുതാണെങ്കിലും നല്ല ബാത്റൂമാണ്. ഷവർ ഏരിയ ഉണ്ട്. ഈ വീടിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് പറയാം? എത്ര വർഷമുണ്ട്? 20 വർഷം പഴക്കമുണ്ട്. കണ്ടാ പറയൂ? പക്ഷെ പറയത്തില്ല, എല്ലാം മോഡേൺ പോലെ ഉണ്ടല്ലേ. 20 വർഷം പഴക്കമുണ്ടെന്നാണ് നല്ല അടിപൊളി വീടാണ്. ഇത്രയും സാധനങ്ങൾ നമ്മുടെ വണ്ടിയിൽ വന്നാണോ? അതെ. ഈ വീട് മൊത്തത്തിൽ കാണിച്ചാൽ തന്നെ എൻ്റെ ഒരു എപ്പിസോഡ് തീർന്നു പോയി. നിങ്ങൾ സാധനം എടുത്ത് വെക്കും, ഞാൻ ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചിട്ട് വരാം. പെയിന്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വെൽക്കം ഹോം. യെസ്, ഇതൊരു പോലത്തെ വീടാണ്, ഈ കൊട്ടാരം പോലത്തെ വീടാണ് ഗൈസ്. ഇവിടെ മുകളത്തെ നിലയിൽ 2 ബെഡ്റൂം ഉണ്ട്. ഇത് ഓൾറെഡി അതികഴിയാണ്. ഇവിടെ നമുക്ക് ഇരുന്ന് റിലാക്സ്ഡ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് താഴത്തെ മാസ്റ്റർ ബെഡ്റൂം പോലെ തന്നെ മുകളത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് കാണുന്നത്. ഇവിടെ ഇവിടെ TV ഉണ്ട്. അടിപൊളിയല്ലേ? അതെ. സെയിം ബാത്റൂം അല്ലേ? സെയിമാ. ബാത്റൂം എല്ലാം സെയിമാ. അതും സെയിം അടിപൊളി ബാത്റൂം അല്ലേ? അതെ. സെയിം ബാത്റൂമാണ്. ഇഷ്ടപ്പെടുന്നല്ലേ? അപ്പോ നമ്മുടെ പണി തീരുന്നത് വരെ നമ്മളെല്ലാരും ഈ വീട്ടിലാണ് നിൽക്കുന്നത്. സ്വിമ്മിംഗ് പൂള് കാണണോ? എന്നാ ബാ, ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാം കേട്ടോ. ബാ. സ്വിമ്മിംഗ് പൂള് കാണണോ? എന്നാ ബാ. പിന്നെ ഇവിടെ മുകളിലും ഉണ്ട് ഒരു ട്വിൻ ബെഡ് ഉള്ള ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം. പിന്നെ ഇതാണ്, ഇവിടെ എന്തോ ഉണ്ടറാ, അടിപൊളി. ഇവിടെ എന്തോരം സ്പേസ് ഉണ്ടറാ.
ഇവിടെ വൈകിട്ടൊക്കെ ചില്ല് ചെയ്യാൻ വരാം. ശരിക്കും കുറേ ഒരു ചെറിയ പ്രോഗ്രാം ഒക്കെ വേണമെങ്കിൽ ഇവിടെ വെച്ച് നടത്താം. അതിനും മാത്രമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ താഴെ 2 കാർ പാർക്ക് ചെയ്യാം. പിന്നെ ഈ വഴിയിലൊക്കെ ആയിട്ട് അവിടെയൊക്കെ ആയിട്ട് കുറേ കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു 8-10 പേർക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാം. ഋഷി ബാ സ്വിമ്മിംഗ് പൂൾ കാണാൻ പോവാം. ബാ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ ആശാൻ ഓടി വരും. അതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഓടി വരും. അപ്പോൾ ഇനി നമ്മളിപ്പം 3ാമത്തെ നിലയിലേക്ക് പോവാണ്. 3ാമത്തെ നിലയിലാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു മജിലിസ് പോലെ എന്തൊരു സാധനം. TV ഡെക്കാണല്ലേ, TV ഡെക്കാണ്. അപ്പോൾ വാ നമുക്ക് പൂള് കാണാൻ പോവാം. പൂള് ഇവിടെ മുകളിലാണെന്ന് തോന്നുന്നു. എക്സ്ട്രാ ബെഡും ഉണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ടോ? വർക്കിംഗ് ആണോ? ഭയ്യ വർക്കിംഗ് ചാലുവേ വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. ഇതില്ലാന്ന് ഞാൻ പറഞ്ഞായിരുന്നു, തെറ്റിപ്പോയി. വാഷിംഗ് മെഷീൻ ഉണ്ട്. തുണി അലക്കാം. നമുക്ക് കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട്. നമുക്ക് തുണി അലക്കാം. പിന്നെ മുകളിലേക്ക് കയറി വരുന്നു. ഋഷിയുടെ എന്തുസിയാസം നോക്കിയേ, സ്വിമ്മിംഗ് പൂള് കാണാൻ പോകാനുള്ളത്. ഓടി വാ. അങ്ങനെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കിനും മുകളിൽ ഇവിടെ ഒരു സ്ഥലം കണ്ടോ. ഇവിടെ രാത്രിയിൽ നല്ല വൈബാണ്. ഇവിടെ വൈകിട്ടാകുമ്പോഴത്തേക്കിനും നമുക്ക് ഈവനിങ്ങിൽ നമുക്ക് ചില്ലാവാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ വേണമെങ്കിൽ 2 കഴിച്ചുകൊണ്ടിരിക്കാം. അല്ലേ? സാറിന് കാല് പൊള്ളുന്നുണ്ടോടാ? എൻ്റെ കാല് പൊള്ളുന്നുണ്ട്. ഒരു കാല് പൊള്ളുന്നില്ലേ? ഇങ്ങോട്ടാ പോകുന്നത്? ഇവിടെ നിൽക്കി, താഴെ വീഴും. സ്വിമ്മിംഗ് പൂളിൽ പോവാണോ? എനിക്ക് പിടിക്കാൻ അവൻ പോവും. കാല് പൊള്ളുന്നുണ്ടോ? അവൻ ചാടട്ടാ. വലിയ ആഴമൊന്നുമില്ല അതിന്. ആകെ നമ്മുടെ മുട്ടറ്റ വെള്ളമേ ഉള്ളൂ. ഉണ്ടോ? കാല് പൊള്ളുന്നു. എടുക്കണം. ഇപ്പൊ ഈ കാല് പൊള്ളും. ചാടുന്നത് ബിരിയാണി കഴിച്ചിട്ട് പൂളി ചാടണം. അതാണ് ഞാൻ പറഞ്ഞത്, ബിരിയാണി കഴിച്ചിട്ട് പൂളി ചാടണം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലേ ഒരു വീടിന്റെ മുകളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ. ഇതൊക്കെ കൊച്ചിയിലാണെന്ന് നീ ഓർക്കണം. ഇതുപോലെയുള്ള കുറച്ച് പദ്ധതികൾ, അതായത് കുറേ വീടുകൾ നല്ല സംഭവമാണ്. അതായത് ഭയങ്കര അഫോർഡബിൾ ആണ്, ഭയങ്കര എന്താ പറയുക എക്കണോമിക്കലാണ് അതിൻ്റെ മെയിൻ സംഭവം അല്ലേ. നമുക്കൊരു പ്രൈവസി ഇല്ലേ? ഹോട്ടലിൽ പോയാൽ ഈ പ്രൈവസി ഒന്നും കിട്ടൂലല്ലോ. ഇന്നൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ എടുത്ത ഫ്ലാറ്റ് വിറ്റിട്ട് നമുക്ക് ഇത് വാങ്ങിച്ചാലോ? അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. അത് വിൽക്കാൻ വേണ്ടിയല്ല ഗൈസ് ആ ഫ്ലാറ്റ് വാങ്ങിച്ചത്. അത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. കാശ് വേണ്ടേ? കാശ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ പൂള് കണ്ടിട്ട് ഒരാൾ വയലന്റ് ആണ്. സോ നമ്മുടെ ബിരിയാണി മമ്മ വന്നു. അവനെ ഇറക്കി വിട്ടോ, അവൻ ഓടിക്കോളാം. ഞാൻ കുഴപ്പമില്ല. ഞങ്ങൾ ഫുഡായിട്ട് നമ്മൾ കഞ്ഞി ഓർഡർ ചെയ്തു. നല്ല പഴങ്കഞ്ഞി. ഇത് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നെല്ലിക്ക കിച്ചൺ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഇത് സ്ഥിരമായിട്ട് ഞാൻ ഇപ്പം ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. പഴങ്കഞ്ഞി, പയറ്, പിന്നെ ഇത് മറ്റേ പയർ, ഇത് ചെറുപയർ, ഇത് മറ്റേ പയർ, പിന്നെ തേങ്ങാ ചട്നി ഉണ്ട്, പിന്നെ ഉപ്പിലിട്ട മാങ്ങയുണ്ട്, പപ്പടമുണ്ട്, പിന്നെ ചാള വറുത്തതും ഉണ്ട്. അവന് ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അവന് ഋഷിക്കും. അത് ദാറ്റ് ഈസ് ഓൺ ദ വേ. എന്താ ഋഷി? പപ്പടം കൊടുക്കാൻ. ഈ നെല്ലിക്ക ക്ലൗഡ് കിച്ചൺ ആരുടെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആരുടെ ആണെങ്കിലും നല്ല ഫുഡാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ആകെയുള്ളൊരു സജഷൻ അവരോട്, അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് ഒത്തിരി നിറച്ചാണ് നിങ്ങൾ കൊടുത്തു വിടുന്നത്. ചില സമയത്ത് വെള്ളം കൂടിയിട്ട് ഇത് നമുക്ക് തുറന്ന് കഴിക്കാൻ ഭയങ്കര പാടാണെന്നുള്ളൊരു സജഷൻ ഉണ്ട്. പിന്നെ ചെറുപയർ, പിന്നെ ചമ്മന്തി, ഇത് നമ്മുടെ ഇതാണ് മറ്റേ കല്ലുമ്മക്കായല്ലേ, കക്ക. കക്ക ഇറച്ചി, പിന്നെ മത്തിയുണ്ട്. അവരുടെ ബിരിയാണി വന്നു. ഋഷിയുടെ ബിരിയാണി വന്നു. എങ്ങനെയുണ്ട് ഋഷി ബിരിയാണി? എരിവുണ്ടോ? ഇസ് ഇറ്റ് ഗുഡ്? യു ലൈക്ക് ഇറ്റ്? നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ കുറേ തപ്പിയാണ് എനിക്ക് ആക്ച്വലി ഈ വീഡിയോ കിട്ടിയത്. ഭയങ്കര കൺവീനിയൻ്റ് ആയി, കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനൊക്കെ. അപ്പോൾ ഇനി കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ വഴി പരിപാടികളൊക്കെ തീർത്തോണം. ഞാൻ അവിടെ ഫ്ലാറ്റിൽ പോയിട്ട് പണി നോക്കിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാറില്ല. പക്ഷെ നമ്മളവിടെ പോയി ഇങ്ങനെ നോക്കി നിൽക്കണം, എന്നാലേ പണി നടക്കുകയുള്ളൂ. അത് അവർക്ക് ചൂട് കയറുള്ളൂ. നമ്മളവിടെ ഇല്ലെങ്കിൽ ഇത് പണിയൊന്നും നടക്കുകയില്ല. അതങ്ങനെയാണ് സംഭവം. സോ ലെറ്റ് മീ ഗോ ദെയർ. ദേ വിൽ ബി ഗോയിങ് ഫോർ ദെയർ വർക്ക്. അവർക്ക് കുറേ പണികളൊക്കെ ഉണ്ട്. കൃഷ്ണ മുടി വെട്ടണ്ടേ? അതൊരു കലാപമായിരിക്കും. അയ്യോ, രണ്ടുപേരും കൂടെ ട്രെയിനിൽ പോകുന്ന വൈകി. അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ട്രെയിൻ ഓടുന്നതെന്ന് തോന്നുന്നു. അടിപൊളി. ഇന്നത്തെ ഡിന്നർ നമ്മൾ ബൃന്ദാവൻ റെസ്റ്റോറൻറ്റിൽ നിന്നും പേപ്പർ മസാല ദോശ, ഇതെന്ത് ദോശ? റവ ഓണിയൻ ദോശ,
അബിയും പേപ്പർ മസാല ദോശ, അപ്പനും പേപ്പർ മസാല, അപ്പനും സാധാ മസാല ദോശ. ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ അമ്മയുടെ റവ മസാല. ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ എന്താ പറയുക, എന്തോന്ന് ആനിവേഴ്സറി ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ലഡു ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്കിനി ഫ്ലാറ്റിൽ പോകണം, അവിടെ പണിയടക്കാണ്. ഏതൊക്കെയും ഇവർക്കും അവരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നാളെ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോകണം, നാളെ കാണിച്ചു തരാം.